മലയാള സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്ന ജെ.സി. ഡാനിയേലിൻ്റെ പ്രതിമ സ്ഥാപിതമാകുന്നത് എവിടെ? ചിത്രാഞ്ജലി സ്റ്റുഡിയോ, തിരുവനന്തപുരം. സിനിമാ താരമായ മോഹൻലാൽ ബ്രാൻഡ് അംബാസഡറായി എത്തിയ ലഹരി വിരുദ്ധ ഹ്രസ്വചിത്രം യോദ്ധാവ്. ആലപ്പുഴ മാങ്കൊമ്പിലെ നെല്ലു ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ നെൽവിത്തുകൾ ഏത്? ആദ്യ, പുണ്യ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥാപിതമാകുന്നത് എവിടെ? മുണ്ടക്കൽ, കൊല്ലം. 2025 ഹൂറൂൺ ആഗോള സമ്പന്ന പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തിയത് ആര്? ഇലോൺ മസ്ക്. പൂർണ്ണമായും നിർമ്മിതബുദ്ധി സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യ ദിനപത്രം ഇൽ ഫ്ലോഗിയോ. ഇതൊരു ഇറ്റാലിയൻ ദിനപത്രമാണ്. കുഷ്ഠരോഗത്തെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യം ജോർദാൻ. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരിയിൽ സന്ദർശിച്ചതിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നിലവിൽ വന്ന ശതാബ്ദി സ്മാരക മ്യൂസിയമായ വനജാക്ഷി മന്ദിരം നാടിനു സമർപ്പിച്ചത് ആര്? തുഷാർ ഗാന്ധി, ഗാന്ധിജിയുടെ ചെറുമകൻ. വർദ്ധിക്കുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ്റെ പേര് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഇന്ത്യയിലെ ആദ്യത്തെ റുമാറ്റിക് ഫീവർ രഹിത ജില്ല കോട്ടയം. പ്രശസ്ത ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകൻ ജോൺ മാർഷലിൻ്റെ പ്രതിമ സ്ഥാപിച്ച സംസ്ഥാനം തമിഴ്നാട്. കൂർമ്മം എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് KGS. അഭിപ്രായ സ്വാതന്ത്ര്യ സൂചിക 2025 1-ാം സ്ഥാനത്തുള്ള രാജ്യം നോർവേ.